അപ്പോൾ 35K പി സി വേണം, RP കളിക്കാൻ വേണം എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും 35യുടെ ബഡ്ജറ്റിൽ അള്ളി പിടിച്ചിരിക്കുന്നത് ഇതുവരെ ഒന്നും മനസ്സിലായില്ല. നമുക്ക് 35,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു ഫുൾ പി സി ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ RP കളിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് പാടായിരിക്കും. നമ്മൾ 35,000 രൂപയുടെ ബഡ്ജറ്റിൽ ഫുൾ പി സി സെറ്റപ്പ് വേണമെന്നാണ് കുറേ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 35,000 രൂപയുടെ ബഡ്ജറ്റിൽ പി സി മാത്രമാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് അത്യാവശ്യം RP കളിക്കാൻ പറ്റുന്ന ഒരു പി സി ഒക്കെ ബിൽഡ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പം ഫുൾ പി സി ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കടുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പി സി സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പ്രൊസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റലിൻ്റെ i3 10th ജനറേഷൻ പ്രൊസസ്സറാണ്. 10100F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇത് 4 കോർ 8 ത്രെഡൊക്കെ വരുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക്സ് ഒന്നും വരുന്നില്ല ഈ പ്രൊസസ്സറിനകത്ത്. പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ് i3യുടെ 10th ജനറേഷൻ. അപ്പോൾ റൈസൺ വെച്ചുള്ള ഒരു 3030K പി സി മാത്രം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുള്ളത് അത് പോയി കാണാം. അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഇന്റലിൻ്റെ H510 മദർ ബോർഡാണ്. ഇത് 11th ജനറേഷനും 10th ജനറേഷനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മദർ ബോർഡാണ്. H510 എന്ന് പറയുന്ന ഗിഗാബൈറ്റിൻ്റെ ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് നമുക്ക് 2 RAM സ്ലോട്ടേ വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു M.NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കോംപ്രമൈസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇതൊരു അത്യാവശ്യം നല്ലൊരു മദർ ബോർഡാണ്. i3ക്ക് വേണ്ടിയിട്ട് പറ്റിയൊരു മദർ ബോർഡാണ്. RGB ഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ RGB ഫാനൊക്കെ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അടുത്ത അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന റാം എന്ന് പറയുന്നത് ക്രൂഷ്യലിലെ ബേസിക്സ് എന്ന് പറയുന്ന 8 GB 2 സ്റ്റിക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. മൊത്തം 16 GB എന്തായാലും ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പം 3200 MHz സ്പീഡുള്ള ഒരു 16 GB റാം 8x2 2 സ്റ്റിക്ക് ഉപയോഗിക്കണം. അപ്പം എന്തായാലും ഇത്രയെങ്കിലും വേണം. അടുത്തതിനകത്ത് സ്റ്റോറേജ് ഒരു M.2 ആണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് പറയുന്നത്. കിങ്സ്റ്റണിൻ്റെ NV1 എന്ന് പറയുന്ന NVMe ആണ്. ഇത് അത്യാവശ്യം സ്റ്റോറേജിന് ധാരാളമായിരിക്കും. RP കളിക്കാനൊക്കെ ഇത് മതിയാവും. പിന്നെ ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 2400 1700 MB ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു NVMe ആണ്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഭാവിയിൽ ഹാർഡ് ഡിസ്ക് ഇടണമെങ്കിൽ ഇടാം, SSD സാധാ SSD ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ NVMe ഇടാൻ പറ്റത്തില്ല, കാര്യം ഈ മദർ ബോർഡിനകത്ത് ഒരു NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമാണ്. 450 മതി. ഇതിനകത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ഒക്കെ മതി. വെറുതെ ആവശ്യമില്ലാതെ കുറേ പൈസകളൊക്കെ കളഞ്ഞ് ആവശ്യമില്ലാതെ ഒരുപാട് കൂടിയ പവർ സപ്ലൈ ഒന്നും മേടിക്കുന്ന കാര്യമില്ല. 450 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് നമുക്ക് ഗെയിം കളിക്കാൻ RP കളിക്കാനൊക്കെ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA GT 730 2GB DDR5 ഗ്രാഫിക്സ് കാർഡാണ്. DDR5 തന്നെ എടുക്കണം, DDR3 ഒരിക്കലും എടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് GTA 5 ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗെയിം മാത്രം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 GB റാമോട് കൂടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 above FPS ഒക്കെ കിട്ടുന്നതായിരിക്കും. മിഡ് ടു ലോ സെറ്റിംഗ്സിൽ. ഹൈ സെറ്റിംഗ്സിലും 60+ ഒക്കെ ചിലപ്പോൾ ഒക്കെ കിട്ടും. അപ്പോൾ RP കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 5mm സോഫ്റ്റ്വെയർ റൺ ചെയ്ത് ഡിസ്കോഡും ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്ത് പിന്നെ നമ്മൾ ചിലപ്പം ചിലവർക്കൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OBS സ്റ്റുഡിയോ കൂടെ ഓണാക്കി ഇടും. എന്നാലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഓണാക്കി ഇടുമ്പോഴത്തേക്കും 16 GB ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു 50 above FPS ഒക്കെ കിട്ടുന്നതായിരിക്കും RP കളിക്കുമ്പോൾ തന്നെ. സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങേറ്റം ലോ സെറ്റിംഗ്സിൽ വേണമെങ്കിൽ സ്ട്രീം ചെയ്യാം. പക്ഷേ RP കളിക്കുമ്പോൾ തന്നെ ഒരു 40 to 50 FPS വരെ ആവും. PC അപ്പം തന്നെ ഏകദേശം ഒരു 90% ലോഡൊക്കെ ആയി തുടങ്ങും. അപ്പോൾ നമുക്ക് 2 GB ധാരാളമാണ് ഈ ഒരു GTA 5 RP കളിക്കാനൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം ലോ ടു മിഡ് സെറ്റിംഗ്സിലെ കളിക്കാനേ ഉള്ളൂ. പിന്നെ NVENC എൻകോഡർ എന്ന് പറഞ്ഞാൽ എൻകോഡർ കൂടി ഗ്രാഫിക്സ് കാർഡിനകത്ത് വരുന്നുണ്ട്. അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. കുറഞ്ഞ ലോ സെറ്റിംഗ്സിൽ സ്ട്രീം ചെയ്യണമെങ്കിൽ അങ്ങേയറ്റം കുറഞ്ഞ സെറ്റിംഗ്സിലൊക്കെ വേണമെങ്കിൽ സ്ട്രീം ചെയ്യാന്നുള്ളൂ. പക്ഷേ അത് ലാഗും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മോണിറ്റർ എന്ന് പറയുന്നത് AOCയുടെ ഒരു മോണിറ്ററാണ്. 21 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. 21 ഇഞ്ചിൻ്റെ IPS പാനൽ അല്ലെങ്കിൽ VA പാനൽ വരുന്ന മോണിറ്ററിലൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു മോണിറ്ററാണ്. 75 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് VGMI HDMI സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു മോണിറ്ററാണ്. 22 ഇഞ്ച് 21.5 ആണ്. 22 ഇഞ്ചൊക്കെ വരും. RP കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ PC സെറ്റപ്പ് എന്ന് പറയണത് എങ്കിലും വേണം. ഇതിലും കുറഞ്ഞൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു മിഡ് ടു ഹൈ സെറ്റിംഗ്സിലൊക്കെ വേണമെങ്കിൽ സ്ട്രീമും ഗെയിമൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഒരു RTX 3050 അല്ലെങ്കിൽ ഒരു 1660 സൂപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ധാരാളമാണ്. 1650 എടുത്താലും മതി, കുഴപ്പമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരത്തേക്കും ഞാൻ പോവുകയാണ്.